ഹലോ എവരി വൺ. ക്രിട്ടിക്കൽ റീസണിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ യൂണിറ്റിലെ രണ്ടാമത്തെ യൂണിറ്റിലെ സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടുള്ളത്. സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ നമ്മൾ ക്ലാരിറ്റി പറഞ്ഞു, ക്ലാരിറ്റീൻ്റെ പ്രോബ്ലംസും പറഞ്ഞു, അക്യുറേറ്റും പറഞ്ഞു, കൃത്യത എന്നുള്ള കാര്യം. ഇനി അതിൻ്റെ ഇംപെഡിമെൻറ്റ്സ് ആണ് പറയാനുള്ളത്. ദർ ആർ മെനി പ്രോബ്ലംസ് ഇൻ തിങ്കിങ് ആക്യുറേറ്റ്ലി. നമ്മൾ കൃത്യമായിട്ട് തിങ്ക് ചെയ്യുന്നതിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് വൺ ഇസ് ലാക്ക് ഓഫ് ഇനഫ് സോഴ്സ് ആണ്. ഫസ്റ്റ് വൺ എന്താണ്? ലാക്ക് ഓഫ് ഇനഫ് സോഴ്സ്. അപ്പം നമ്മളൊരു കാര്യം കൃത്യമാണോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ആ കാര്യത്തിനെ മറ്റു പല കാര്യങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി ആ സോഴ്സിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം നോക്കി നമ്മൾ കറക്റ്റ് ചെയ്യണം അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് എക്സാമിനൊരു ക്വസ്റ്റ്യൻ തന്നു വിചാരിച്ചോ, നമുക്ക് അതിൻ്റെ ക്ലിയർ കട്ട് ഉത്തരം വേണം. പക്ഷെ നമുക്ക് ആ ഉത്തരത്തിൽ എത്താനുള്ള മെറ്റീരിയൽസ് ഒന്നുമില്ല എന്ന് വിചാരിക്കാം. നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ ഇല്ല, ഒന്നുമില്ല എന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് എത്തുക? സോ ലാക്ക് ഓഫ് ഇനഫ് സോഴ്സസ്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആൻസർ എഴുതാൻ പറ്റില്ല. അതുപോലെ തിങ്കിങ്ങിൻ്റെ കാര്യത്തിലും നമുക്ക് ആവശ്യമുള്ള സോഴ്സസ് ഇല്ലെങ്കിൽ എന്താവും? അത് ഡിഫിക്കൾട്ടി ഉണ്ടാക്കും. ആക്യുറേറ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്നതിന് ഡിഫിക്കൾട്ടി ആയിട്ട് മാറും. സോ ദ ഫസ്റ്റ് വൺ ഇസ് ലാക്ക് ഓഫ് ഇനഫ് റിസോഴ്സസ് which result in difficulty to scrutinize or evaluate our resources. Due to the lack of resources, we are unable to compare the resources with other resources. നമുക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എഴുതിയ ആൻസർ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അല്ലേ. അപ്പം ഇതൊരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടാണ്. പിന്നെ പറയുന്നത് there are certain areas of knowledge where we have to depend on the single expert or resource. In such cases, it's very difficult to judge whether the statement is accurate or not. ഇപ്പോൾ പല ശാസ്ത്രജ്ഞന്മാരും പലതും കണ്ടുപിടിക്കുന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ ആ കാര്യം ആ ഒരു ശാസ്ത്രജ്ഞൻ, ഒരു സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ശരിയാണോ തെറ്റാണോ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണ്ടേ. ഇപ്പോൾ എന്തൊരു ലോ പുതിയതായിട്ട് ക്രിയേറ്റ് ആവുകയാണെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ, അത് കറക്റ്റ് ആണോ ആക്യുറേറ്റ് ആണോ നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് പല മെറ്റീരിയൽസ് വെച്ചിട്ട് അത് സ്റ്റഡി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു സിംഗിൾ എക്സ്പേർട്ട് മാത്രമാണ് ആ വിഷയത്തിലുള്ളെങ്കിൽ എന്താവും? അത് കൂടുതൽ പ്രോബ്ലം ആയിട്ട് മാറും. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ജഡ്ജ് വെദർ ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ആക്യുറേറ്റ് ഓർ നോട്ട്. അതുകൊണ്ട് തന്നെ അത് ആക്യുറേറ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഇസ് കോസ്ഡ് ഡ്യൂ ടു അവർ ലോങ് ഹെൽഡ് ബിലീവ്സ് വിച്ച് വി ഡെയർ ടു ക്വസ്റ്റ്യൻ. Okay, this is often leads to believe what we wish to be true and made blind other alternatives. ഇപ്പോൾ ഡ്യൂ ടു അവർ ലോങ് ഹെൽഡ് ബിലീവ്സ്, നമുക്ക് ഒരു വിശ്വാസം ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മളതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. നമ്മൾ ഇനി എന്ത് വന്നാലും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ തയ്യാറാവില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ റിലീജിയസ് ബിലീവ് ആയിക്കോട്ടെ, എന്താണെങ്കിലും നമുക്കത് ബ്ലൈൻഡായിട്ട് നമ്മൾ വിശ്വസിക്കുകയാണ്. ഓക്കെ, ചിലപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുണ്ടാവും, പക്ഷെ നമ്മൾ തള്ളിപ്പറയാണ്ട് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് എന്ത് ചെയ്യുന്നു? അതേ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നു. അതെന്താവും? അത് ദിസ് വിൽ ലീഡ് ടു ബിലീവ് വാട്ട് വി വിഷ്. അപ്പം നമുക്ക് ശരിയാണ്, ആ വിഷയത്തിൽ നമ്മൾക്ക് ശരിയാകുന്ന മാത്രമേ ശരിയെന്ന് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങും. മനസ്സിലായോ? അപ്പം എനിക്ക് ഒരു കാര്യം, എ എന്നുള്ളൊരു കാര്യം എൻ്റെ ബിലീഫിൻ്റെ ഭാഗമാണ്. എൻ്റെ ബിലീവാണ് എ ഈസ് ഓൾവേസ് ട്രൂ, ഇറ്റ് കനോട്ട് ബി ഫോൾസ് എന്ന് ഞാൻ തിങ്ക് ചെയ്യാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് എന്താണ്? എൻ്റെ ഇഷ്ടത്തിന് ഞാൻ മാറ്റിയിട്ട് ട്രൂ ആക്കി മാറ്റും. ഇപ്പോൾ എനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും, എ എന്നുള്ള കാര്യത്തിന് കുറ്റം പറഞ്ഞാലും ഞാൻ എന്ത് ചെയ്യും? അതിൻ്റെ പോസിറ്റീവ് ആസ്പെക്ട്സ് മാത്രം എടുത്തിട്ട് നെഗറ്റീവ്സ് ഒക്കെ തള്ളിക്കളയും. സോ ഇതൊരു വലിയ പ്രോബ്ലം ആണ്. നമ്മളെന്താവും? ബ്ലൈൻഡ് ആവും. നമ്മളുടെ വിശ്വാസം മാത്രം ശരിയാണെന്ന് പറയുമ്പോൾ എന്താവും? നമ്മൾ കംപ്ലീറ്റ് എന്താണ്, ഒരു ഡാർക്ക്നെസ് നമ്മളെ മുമ്പിൽ വരും. നമുക്ക് തെറ്റും ശരിയും തിരിച്ചറിയേണ്ടാത്ത അവസ്ഥ ഉണ്ടാവും. So, due to some earlier experience that we had in our life, we are often tempted to do hasty generalization. For example, if you had a very bad experience in a foreign country, you are tempted to believe that all of the people of the country are bad, which may not be true. You are forced to do this because of xenophobia, the fear of foreign country. Okay, അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് പറയാം. ഇപ്പം നിങ്ങളൊരു ഫോറിൻ കൺട്രിയിലേക്ക് പോവാണ്, ഗൾഫിലേക്കോ എവിടെയെങ്കിലും അമേരിക്കയൊക്കെ പോവാണെന്ന് വിചാരിക്കുക. അവിടെ നിങ്ങൾക്ക് വളരെ മോശമായിട്ട് നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് വിചാരിക്കുക. പിന്നെ എന്താവും? നിങ്ങൾ ആ രാജ്യത്തെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. മീൻസ് ആ രാജ്യം കൊള്ളൂലപ്പാ, അവിടെ ഇങ്ങനെയാണെന്ന് നമ്മൾ പറയാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു xenophobia എന്താണ്? ഫിയർ ഓഫ് എ ഫോറിൻ കൺട്രി. അപ്പോൾ നമ്മൾക്ക് ഒരു അനുഭവം ഉണ്ടായി, നമ്മൾ അത് മാത്രമേ വിശ്വസിക്കുള്ളൂ, നമ്മൾ അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞു.
ഇനി അത് മാറ്റാൻ വേണ്ടി പറ്റണമെങ്കിൽ ഇനി നമ്മൾ വീണ്ടും അവിടെ പോയിട്ട് നമുക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായാൽ നമ്മൾ പിന്നെയും പറയും ദർ ആർ സം പോസിറ്റീവ് ആസ്പെക്ട്സ് ബട്ട് ഓൾസോ ദർ ആർ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സൈഡ് ഉണ്ടാക്കും. മനസ്സിലായല്ലോ? ഇതാണ് രണ്ടാമത്തെ പ്രശ്നം. നമ്മൾ എല്ലാത്തിനെയും വി ഹാവ് എ ലോങ് ഹെൽഡ് ബിലീവ് സോ ദാറ്റ് വി ആർ നോട്ട് ഡെയർ ടു ക്വസ്റ്റ്യൻ ഇറ്റ്. ഓക്കെ, അടുത്തത് sometimes we believe in folk beliefs which there are maybe new facts are not ready to think another way, though there may be a fact support new idea but dare not to question our old beliefs, thereby we find it hard to judge accuracy of such beliefs. ഓക്കെ, അപ്പം അതെന്ന് പറയുന്നത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഞങ്ങൾ ഹിന്ദുസിലാണെങ്കിൽ പലതരത്തിലുള്ള ബിലീവ്സ് ഉണ്ട് അല്ലേ? പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളായിട്ടും നല്ല വിശ്വാസങ്ങളായിട്ട് ഒരുപാട് വിശ്വാസങ്ങളുള്ള ഒരു മതമാണ് ഹിന്ദുസം. അതിലൊന്ന് പറയട്ടെ, ചന്ദ്രനെ ദൈവമായി കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പണ്ട്. ചന്ദ്രൻ എന്നുള്ള മൂൺ എന്നുള്ളത് ഒരു ഗ്രഹമാണെന്ന് മനസ്സിലാക്കാണ്ട് അതിനെ എന്തായിട്ട് കരുതുന്നു, ഒരു ദൈവമായിട്ട് കരുതുകയും ചന്ദ്രനെ പൂജിക്കുകയും എല്ലാം അങ്ങനെ ഒരു സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനോട് ചന്ദ്രൻ ഒരു ഗ്രഹമാണ്, അവിടെ മനുഷ്യന്മാർ പോയി, അവിടെ വെള്ളമൊക്കെ ഉണ്ട്, അവിടെ ജീവന്റെ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല. കാരണം എന്താണ്? ഇറ്റ്സ് ഗോഡ്. ഓക്കെ, അവരുടെ ബിലീഫ് അതാണ്. അതൊരിക്കലും നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ വിശ്വാസങ്ങൾ, ബ്ലൈൻഡ് ആയിട്ടുള്ള വിശ്വാസങ്ങൾ നമ്മുടെ തിങ്കിങ് പ്രോസസ്സിനെ ബാധിക്കും. സോ എന്തിനോടും ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ബിലീഫ് വെക്കാൻ വേണ്ടി പാടില്ല. എല്ലാത്തിനും ഒരു സംശയത്തിന്റെ കണ്ണോട് കാണണം എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, മീഡിയ ഹാസ് ആൻ ഇൻഫ്ലുവൻസ് പവർ ഓവർ us which are not able to overcome. Media presents only those news or facts what they wish and to hear and see, by which are unable to judge its accuracy. So all these factors make it difficult to become more accurate. അപ്പോൾ ഏതൊക്കെയാണ്? അപ്പോൾ ലാസ്റ്റ് വൺ ഏതാണ്? മീഡിയാസ് ആണ് അല്ലേ? മീഡിയാസ് ശരിയാണോ തെറ്റാണോ നോക്കാണ്ട് അവർക്ക് ഇഷ്ടമുള്ള വാർത്തകൾ നമ്മളുടെ മുന്നിൽ വെക്കും. ചിലപ്പോൾ ട്രൂ ആവണമെന്നില്ല. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ, ഒരു ന്യൂസ് ഇന്ന് റിപ്പോർട്ട് ചെയ്തു, നാളെ ആകുമ്പോൾ പറയും അത് തെറ്റായിട്ട് വാർത്ത കൊടുത്താണ്, സോറി എന്ന് പറഞ്ഞിട്ട് അവർ വിടും. പക്ഷെ അത് കേട്ടിട്ട് പിറ്റേ ദിവസത്തെ ന്യൂസ് കാണാത്ത ആൾക്ക് എന്താണ്, അത് ആ മനസ്സിൽ അങ്ങനെ തന്നെ സെറ്റാവും. ഓക്കെ, അപ്പോൾ മീഡിയാസും ഒരുപാട് കള്ളത്തരങ്ങൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആക്യുറേറ്റ് ന്യൂസ് കൊടുക്കുന്നില്ല. സോ മീഡിയ ഇസ് ഹാവ് ആൻ ഇൻഫ്ലുവൻസിങ് പവർ. മനസ്സിലായല്ലോ? മീഡിയക്ക് ഒരു പവർ ഉണ്ട് നമ്മളെല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ. കാരണം എന്താണ്? ഒരു ചെറിയ ടിവിയുടെ മുമ്പിൽ നിന്നാൽ നമുക്ക് എല്ലാ വാർത്തകളും കിട്ടും. അതിൽ എത്ര ശരിയാണ് തെറ്റാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടോ? ആക്യുറേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഒരു ന്യൂസ് നമ്മൾ കേട്ടു, ഒരു പുതിയ നിയമം പാസ്സാക്കി, അതിന്റെ നല്ല വശങ്ങൾ ചീത്ത വശങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. പകരം എന്താണ്, നമ്മൾ ഈ ചാനൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഒരു റീസൺ ഇല്ലെങ്കിൽ ഒരു കറക്റ്റ് ജഡ്ജ്മെന്റ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. സോ മീഡിയ ആണ് തേർഡ് വൺ. അപ്പോൾ ഫസ്റ്റ് ഏതാണ് പറഞ്ഞത്? ലാക്ക് ഓഫ് ഇനഫ് റിസോഴ്സസ്. എന്താവും ലാക്ക് ഓഫ് ഇനഫ് സോഴ്സസ് ഇല്ലെങ്കിൽ? നമുക്ക് സോഴ്സസ് ഇല്ലെങ്കിൽ അത് തെറ്റാണോ ശരിയാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? അവർ ലോങ് ഹെൽഡ് ബിലീവ്സ്. നമ്മുടെ അന്ധമായിട്ടുള്ള വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങളും നമ്മൾ ആക്യുറസി നോക്കുമ്പോൾ ഇത് പറ്റില്ല. മനസ്സിലായല്ലോ? പിന്നെ പറഞ്ഞ ഏതാണ്? മീഡിയ ഇൻഫ്ലുവൻസ് അല്ലേ? മീഡിയയുടെ ഇൻഫ്ലുവൻസ് പറഞ്ഞു. എന്താണ് മീഡിയ ചെയ്യുന്നത്? മീഡിയ ആക്യുറസി ഒന്നും നോക്കാണ്ട് ഒരു വാർത്ത കൊടുക്കും, നമ്മൾ അതേപോലെ കണ്ണുമൂട്ടി വിശ്വസിക്കും. നമ്മളത് ജഡ്ജ് ചെയ്യാനോ അതിന്റെ ആക്യുറസി ചെക്ക് ചെയ്യാനോ ഒന്നും പോവാറില്ല. ആസ് എ ആക്യുറേറ്റ് തിങ്കർ യു ഷുഡ് ഡൂ ദാറ്റ്. ഓക്കെ, നിങ്ങൾ ഇനി എന്ത് ന്യൂസ്, വാട്സപ്പിലൊക്കെ പല ന്യൂസുകളും വരുന്നുണ്ട്, അപ്പം നിങ്ങൾ നെറ്റിലൊക്കെ അടിച്ച് അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങളത് ഷെയർ ചെയ്യാൻ പോവുക. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് മാറ്ററാണ്. അടുത്തത് പറയാനുള്ളത് പ്രിസിഷൻ ആണ്. പ്രിസിഷൻ. ഓക്കെ, പ്രിസിഷൻ ഇസ് എ സ്റ്റാൻഡേർഡ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ക്ലാരിറ്റി ആൻഡ് ആക്യുറസി. ഈ പ്രിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ക്ലാരിറ്റിയുമായിട്ടും ആക്യുറസി ആയിട്ടും ബന്ധമുണ്ട്. വളരെ ക്ലോസ് റിലേഷൻ ആണെന്നാണ് പറയുന്നത്. നമ്മൾ സാധാ സംസാരിക്കുമ്പോൾ നമ്മൾ ക്ലിയറിന്റെ സിനോണിംസ് ആയിട്ട് തന്നെ പറയൂ അല്ലെ, ആക്യുറസിയും പ്രിസിഷനും ഒക്കെ. പ്രിസിഷനും ആക്യുറസിക്ക് ഏതാണ്ട് സെയിം ആയിട്ട് തോന്നും, എന്നാലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. അപ്പൊ ഈ പ്രിസിഷൻ എന്നുള്ള വാക്കിന്റെ മീനിങ് ഡിക്ഷണറി നോക്കിയപ്പോൾ കിട്ടിയത് എന്താണ്, കുറച്ചും കൂടി നമുക്ക് ആക്യുറസി ആയിട്ടും ക്ലാരിറ്റി ഒക്കെ ആയിട്ട് റിലേഷൻ തോന്നും.
സൂക്ഷ്മത എന്നാണ് പ്രിസിഷനിൽ ഇതിൻ്റെ മീനിങ്. സൂക്ഷ്മത. നേരത്തെ കൃത്യത ആണെങ്കിൽ ഇവിടെ സൂക്ഷ്മത, കുറച്ചും കൂടി എന്താണ് ഡീപ്പായിട്ട് നമ്മൾ കാര്യങ്ങൾ നോക്കിക്കാണുക എന്നുള്ള അർത്ഥമാണ്. പിന്നെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ സുനിശ്ചിത, സുനിശ്ചിതത മീൻസ് അതാണെന്ന് ഉറപ്പ്. ഓക്കെ, അത്രയും ക്ലിയർ കട്ട് പ്രിസിഷൻ. ഓക്കെ, അതിസൂക്ഷ്മത എന്നും കൂടി ഒരു വാക്കുണ്ട്. സൂക്ഷ്മത, അതിസൂക്ഷ്മത, സുനിശ്ചിത, ഇങ്ങനെ പല വാക്കുകൾ ഉണ്ട് ഇതിന്. അപ്പോൾ പ്രിസിഷൻ മീൻസ് ടു ബിക്കം മോർ സ്പെസിഫിക് ആൻഡ് നോട്ട് ടു ഒമിറ്റ് എനി ഡീറ്റെയിൽസ് വിച്ച് ആർ relevant to the topic. If you have to convince the people about your idea, you have to be precise, specific, so that you can communicate your exact message. അപ്പം എന്താണ് പ്രിസിഷൻ? പ്രിസിഷൻ മീൻസ് ടു ബിക്കം മോർ സ്പെസിഫിക്. നമ്മൾ കൂടുതൽ സ്പെസിഫിക് ആവണം, അതിൽ മാത്രം അത്രയും സൂക്ഷ്മത ഉണ്ടാവണം എന്നാണ് പ്രിസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നോട്ട് ടു ഒമിറ്റ് എനി ഡീറ്റെയിൽസ് വിച്ച് ആർ റെലവൻറ്റ് ടു ദ ടോപ്പിക്. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട ആ വിഷയം മാത്രം സംസാരിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കി അത്രയും ക്ലിയർ കട്ടായിട്ട് പറയാന്നുള്ള അർത്ഥമാണ്. സ്പെസിഫിക്, പ്രിസിഷൻ മീൻസ് സ്പെസിഫിക് എന്നുള്ള അർത്ഥമാണ്. പ്രിസൈസ്, സ്പെസിഫിക്, ഇതൊക്കെ ഒരേ മീനിങ് ആണ് വരുന്നത്. സോ ദാറ്റ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് യുവർ എക്സാക്ട് മെസ്സേജ്. ഇപ്പം നിങ്ങൾക്ക് എ എന്നുള്ള കാര്യമാണ് പറയണമെങ്കിൽ എ മാത്രം സംസാരിക്കുക, എയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പറയാണ്ട് എ മാത്രം സംസാരിക്കുക. സോ പ്രിസിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. So to be precise, you have to take certain measures with respect to your own thinking and also with respect to how precisely you can communicate your thoughts to others. ഇത് നമ്മുടെ സ്വന്തം കാര്യത്തിൽ പ്രിസിഷൻ എങ്ങനെയാണ്, മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മുടെ പ്രിസിഷൻ എങ്ങനെയാണ്, അത് ഈ പ്രിസിഷൻ എന്നുള്ള കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇത് നേരത്തെയും പറഞ്ഞ കാര്യങ്ങളാണ്. ഇൻ അവർ ഓൺ കേസ് നമ്മൾ പ്രിസൈസ് ആവുന്നത് എങ്ങനെ? We must be able to see if our statements are supposed to be detailed by details or not. If not, try to find out to gather those details. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്തിട്ട്, നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്തിട്ടുള്ള എന്തുണ്ടാക്കുക, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക. പറയുമ്പോൾ വളരെ സൂക്ഷിച്ച് പറയുക. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ഇതിൽ എന്താണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ള തെളിവുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, ട്രൈ ടു പ്രൊവൈഡ് ആസ് മച്ച് ഇൻഫർമേഷൻ ഓൺ എ പെർട്ടിക്കുലർ ഇഷ്യൂ ആസ് പോസിബിൾ. ഇപ്പം നിങ്ങൾ ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള ടോപ്പിക്കാണ്, ഇതിനെക്കുറിച്ചാണ് ഗ്ലോബൽ വാർമിംഗ് ഇസ് ബാഡ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എഫക്റ്റ്, എന്താണ് ഇമ്പോർട്ടൻസ്, എല്ലാം അതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ആസ് മച്ച് ഇൻഫർമേഷൻ യു ഹാവ് ടു കളക്ട് ഓൺ എ പെർട്ടിക്കുലർ ഇഷ്യൂ. ആ ഇഷ്യൂമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതിൻ്റെ നല്ലതും ചീത്തയും ഇനി ഭാവിയിൽ വരാൻ പോകുന്നതും ഇത്രയും കാലം സംഭവിച്ചതും നിങ്ങൾക്ക് എങ്ങനെയാണ്, കുടുംബത്തിന് എങ്ങനെയാണ്, ഇങ്ങനെ എല്ലാ വശങ്ങളും നമ്മൾ ആ ഇൻഫർമേഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം. അടുത്തത്, gather details information from resourceful persons, from text, any credibility sources, but you have to do cautious scrutiny. അപ്പം നമുക്ക് എല്ലായിടത്തു നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. എവിടെ നിന്നൊന്നുമില്ല, ടെക്സ്റ്റ് എന്നോ എക്സ്പേർട്ട് പേഴ്സൺസ് എന്നോ ഇല്ലെങ്കിൽ എന്താണ് ക്രെഡിബിൾ ആയിട്ടുള്ള, വാല്യുബിൾ ആയിട്ടുള്ള, ഇല്ലെങ്കിൽ എന്താണ് എഗ്രീഡ് ആയിട്ടുള്ള, അക്സെപ്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്നും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. പക്ഷെ ഡീറ്റെയിൽസ് എടുക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, വളരെ സൂക്ഷ്മമായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്ത് വേണം എടുക്കാൻ. അതിസൂക്ഷ്മത അതിലും പുലർത്തണം. Be comfortable in moving from the general to specific idea, and we are moving from specific to general. അപ്പം നമ്മൾ പൊതുവേയുള്ള കാര്യത്തിൽ നിന്നും പ്രത്യേക കാര്യത്തിലേക്ക് പറയുമ്പോഴും, അതുപോലെ പ്രത്യേക കാര്യത്തിൽ നിന്നും പൊതുവായ കാര്യങ്ങളും പറയുമ്പോഴും എന്താണ്, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് എടുക്കുക. ഒരുപാട് പറഞ്ഞിട്ട് നമ്മളുടെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ ഒന്നും ഇല്ലാതായി പോരുത്. അതുപോലെ നമ്മുടെ കാര്യം മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റുള്ളവരുടെ കേസിൽ ഇപ്പൊ നമ്മൾ എന്താണ് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നാണ് ഇനി പറയുന്നത്. വി മസ്റ്റ് ബി ഓപ്പൺ ടു സജഷൻസ് റിഗാർഡിംഗ് ദ ലാക്ക് ഓഫ് ഡീറ്റെയിൽസ് ഇൻ യുവർ ഓൺ സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ നിങ്ങളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് അതിൽ കറക്റ്റ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റുന്നില്ല വിചാരിക്കുക. അപ്പൊ അവർ നിങ്ങളോട് എന്ത് ചെയ്യും, നിങ്ങളുടെ കുറവുകൾ പറഞ്ഞു തരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ അവരുടെ സജഷൻസ് സ്വീകരിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. Next point, take help of fellow inquirers and audience to find out the area, place which require more further details.
എന്താണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏതാണ് വിട്ടുപോയത്, എന്താണ് അവിടെ ചേർക്കേണ്ടതെന്ന് നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. ഇനി പ്രിസിഷൻസിന്റെ പ്രോബ്ലംസ് എന്താണെന്ന് നോക്കാം. പ്രിസിഷന്റെ പ്രോബ്ലംസ്, there are many problems there are many problems to think and speak precisely. First of all, we are unaware and often untrained to speak and think precisely. ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്തിട്ടേയില്ല, അല്ലേ? ഇപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുമ്പോഴായിരിക്കാം ഇങ്ങനെ ചിന്തിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ അറിയുന്നത്, അല്ലേ? നമ്മുടെ വിശ്വാസങ്ങളോ നമ്മുടെ ഇമോഷൻസോ നമ്മളെ സ്പീക്കിങ്ങിനെ ബാധിക്കരുത് എന്ന് നിങ്ങൾ പഠിക്കുന്നത് ചിലപ്പോൾ ഈ ക്ലാസ്സിലായിരിക്കാം. അപ്പൊ ഇത്രയും കാലം നിങ്ങൾ പഠിച്ചിട്ടില്ല, 10-20 വയസ്സായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പൊ അതെന്താണ്? നമ്മൾ ട്രെയിൻ ചെയ്തിട്ടില്ല. എങ്ങനെ ട്രെയിൻ ചെയ്തിട്ടില്ല? തിങ്ക് പ്രിസൈസ്ലി, വളരെ സൂക്ഷ്മമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമ്മളെ പഠിപ്പിക്കാത്തതാണ് ഒന്നാമത്തെ പ്രശ്നം. The case that we are discussing is complicated, that is very difficult to think, speak precisely. മാത്രമല്ല ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇങ്ങനെ സംസാരിക്കാന്നുള്ള കാര്യം. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു തിങ്ക് ആൻഡ് സ്പീക്ക് പ്രിസൈസ്ലി. നമ്മളെ പഠിപ്പിച്ചിട്ടുമില്ല അങ്ങനെ, അതുകൊണ്ട് നമുക്ക് അറിയത്തുമില്ല, അതുകൊണ്ട് തന്നെ വളരെ ഡിഫിക്കൾട്ടായിട്ട് മാറും. ഓക്കെ, അടുത്തത് പറയുന്നത് റെലവൻസ് ആണ്. റെലവൻസ് എന്ന് പറഞ്ഞാൽ പ്രസക്തി, അതിൻ്റെ എന്താണ് ഇപ്പോഴത്തെ ഇമ്പോർട്ടൻസ്, കാലിക പ്രസക്തി എന്നൊക്കെ കേട്ടിട്ടില്ലേ? പ്രസക്തി എന്നുള്ള അർത്ഥാണ് അതിനുള്ളത്. എ പേഴ്സൺ ഹൂ തിങ്സ് അബൌട്ട് ദ തിങ്സ് ആർ ഇറലവൻറ്റ് ടു ദ ഇഷ്യൂ under enquiry or speaks such irrelevant things cannot go so far in business of thinking critically. അപ്പോൾ പ്രസക്തി, നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ തിങ്ക് ചെയ്യുമ്പോഴോ പറയുമ്പോഴോ സ്പീച്ച് നടത്തുമ്പോഴോ നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് വിടും. ഓക്കെ, ദിസ് ഈസ് നോട്ട് റെലവൻറ്റ്, ദിസ് ഈസ് ഇറലവൻറ്റ് എന്ന് പറഞ്ഞിട്ട് വിടുന്ന ഇഷ്യൂസിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, അതിലൊന്നൊരു തിങ്കിങ്, നമ്മുടെ ഒരു എൻക്വയറി ഉണ്ടാവണം എന്നാണ് പറയുന്നത്. While thinking through some problem, we must find out what is relevant or important for that problem. We must find and inquire into all and only those things are relevant to the problem. അപ്പം അങ്ങനെ നോക്കുമ്പോഴും നമ്മൾ ഒരു വിഷയത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്ട്, ഇപ്പോൾ പ്രസക്തി മീൻസ് ഇപ്പോൾ വുമണിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വുമൺ ഇൻ പബ്ലിക് എന്നുള്ള ടോപ്പിക്കാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് വിചാരിക്കുക. അതിൽ വുമണിൻ്റെ പല പ്രശ്നങ്ങളും ഉണ്ടല്ലേ. അതിൽ ഈ പാട്രിയാർക്കൽ സൊസൈറ്റിയിലുള്ള വുമണിനെ കുറിച്ച് പറയാം, വുമൺ ഇൻ മീഡിയ, വുമൺ ഇൻ സിനിമ, ഇങ്ങനെ പല ടോപ്പിക്കുകളും പറയാം. അതിൽ ഏറ്റവും റെലവൻറ്റ്, ഏറ്റവും ഇപ്പോൾ പ്രശസ്തമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ സംസാരിക്കേണ്ട ഒരു പ്രത്യേക വിഷയം ഉണ്ടാവും. അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഓക്കെ, അതാണ് പറയുന്നത്. ഈ റെലവൻസും ഇറലവൻറ്റും ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റണം. Suppose if you are trying to find out the causes of global warming, and it would be better if you look at the causes of environmental changes and issues that led to global warming. But if you think very technical microeconomic formula is equally relevant for it, so you may be wrong. അതായത് ഇപ്പൊ നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള വിഷയം എടുക്കാം. ഗ്ലോബൽ വാർമിങ്ങിന്റെ കോസസ് ആണ് നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കുക. ഗ്ലോബൽ വാർമിങ്ങിന്റെ കോസസ്, അപ്പൊ എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഗ്ലോബൽ വാർമിങ്ങിൽ ചർച്ച ചെയ്യേണ്ടതെന്ന് നോക്കുമ്പോൾ അതിൽ മൈക്രോ എക്കണോമിക് ഫോർമുല മനസ്സിലായല്ലോ, അത് അത്ര റെലവൻ്റ് ആണോ? അപ്പോൾ നമ്മൾ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഡെവലപ്മെന്റ് കൂടുമ്പോഴാണ്, അല്ലെ? വികസനങ്ങൾ ഒരുപാട് നടക്കുമ്പോൾ ഫാക്ടറീസ് വരും, അതിൽ നിന്നുള്ള പുകകളുണ്ടാവും, ഇങ്ങനെ എന്താണ് പൊല്യൂഷനൊക്കെ കാരണമാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത്. അതുപോലെ ക്ലോറോ കാർബണിന്റെ എമിഷൻ കൊണ്ടാണ്. സോ അത് പറയുമ്പോൾ കോസസ് പറയുമ്പോൾ അവിടെ എക്കണോമിക്ക് വലിയ റോളില്ലേ? എക്കണോമി, ഓരോ രാജ്യവും ബെറ്റർ എക്കണോമി ആക്കുമ്പോൾ എന്താവും, പ്രകൃതിനെ അത്ര ചൂഷണം ചെയ്യും. സോ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ അത്ര റെലവൻ്റ് ആണോ കോസസ് പറയുമ്പോൾ? ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് പ്രത്യേകം മനസ്സിലാക്കി വേണം ചെയ്യാൻ. സോ whenever you are trying to find out what is relevant or irrelevant for an issue, one has to keep in mind that there may be personal issues, but those issues must not be considered as a relevant issue for the problem under consideration. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്കും പേഴ്സണലായിട്ട് ആ പ്രശ്നമായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ചിലപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും ആയിരിക്കില്ല. അപ്പം നമ്മളത് എന്ത് ചെയ്യണം, അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാനും പാടില്ല. മനസ്സിലായല്ലോ?
അപ്പം നിങ്ങളുമായി ബന്ധപ്പെട്ട ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ പ്രോബ്ലംസ് സംസാരിക്കുമ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങളുടെ പ്രശ്നം മാത്രം ഹൈലൈറ്റ് ചെയ്ത് റെലവൻ്റ് ആക്കി പറയാണ്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നം എന്താണോ അതിന് വേണം നമ്മൾ ഫോക്കസ് കൊടുക്കാൻ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വി മസ്റ്റ് ഏബിൾ ടു സെറ്റ് അസൈഡ് ഫോർ ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ആൻഡ് കോൺസെൻട്രേറ്റ് ഓൺലി ഓൺ ദ ഇഷ്യൂസ് ദർ ആർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി റിലേറ്റഡ് ടു ദ ക്വസ്റ്റ്യൻ അറ്റ് ഹാൻഡ്. Suppose you are an ancestor were displaced in the homeland and you have inherited strong feeling about it. When you examine the issue of refugee problem in East European countries, if you bring the personal feelings, then it's absolutely irrelevant for the issue at hand. This is because the socio-political situation of Eastern Europe is quite different from the result of your own ancestors' migration. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മൾ എന്താണ് റെഫ്യൂജീസിനെ കുറിച്ച് പഠിക്കുകയാണ്. ഈസ്റ്റേൺ യൂറോപ്പിലെ റെഫ്യൂജികളെ, അഭയാർത്ഥികളെ കുറിച്ച് പഠിക്കുകയാണ്. അവിടുത്തെ സാഹചര്യങ്ങൾ നമ്മുടെ സാഹചര്യമായിട്ട് വളരെ വ്യത്യാസമുള്ള സാഹചര്യങ്ങളാണ്. അങ്ങനെ ഇരിക്കെ നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പറോ നിങ്ങളുടെ പേരൻറ്റോ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു, യൂറോപ്യൻ കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു നിങ്ങളുടേതായ കാരണം കൊണ്ട്. അപ്പോൾ അത് പഠിക്കുന്നതും അതേപോലെ തന്നെ നമ്മൾ ഈ റെഫ്യൂജീസ്, ഈസ്റ്റേൺ യൂറോപ്പിലെ റെഫ്യൂജീസിൻ്റെ കാര്യം പഠിക്കുമ്പോൾ വളരെ വ്യത്യാസമാണ് അല്ലേ. അതിൽ നമ്മൾ സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നോക്കണം. അതുപോലെ നമ്മുടെ ആൻസിസ്റ്റേഴ്സ്, നമ്മുടെ പേരൻറ്റോ ഇല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും പോയതും വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ റെലവൻസ് എന്ന് പറയുന്നത് ആ പ്രധാന പ്രശ്നം എന്താണോ അതിനെയാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാണ്ട് നമ്മുടെ ഫീലിങ്സ് ഒരിക്കലും അതിൽ ഇൻവോൾവ് ആവാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് റെലവൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. So, looking into the measures we take in order to find the relevant problem or question under the consideration with respect to our own thinking and also with the respect to others. അപ്പോൾ ഇനി നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, അതുപോലെ നമ്മളിലൂടെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് കാണേണ്ടതെന്നുള്ള ഒരു റിഫ്ലക്ഷൻ സൈഡാണ് ഇനി പറയാൻ പോകുന്നത്. In order to find out which are the relevant issues to the problem at hand, we need to be thorough about the problem, and in considering each possible related issue, we need question how is connected with my main problem. ഏതൊരു വിഷയം നമ്മൾ എടുക്കുമ്പോൾ അത് റെലവൻ്റ് ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് നമ്മളൊരു ചോദ്യം തന്നെ നമ്മളോട് ചോദിക്കാം. ഈ വിഷയം എൻ്റെ വിഷയവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ വിഷയത്തിൽ ഇത് ഉൾക്കൊള്ളിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ, എങ്ങനെയാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കിട്ടുമെന്നാണ് പറയുന്നത്. At no point of inquiry should lose sight of main problem under scrutiny. അപ്പോൾ നമുക്ക് ഒരു പോയിന്റും റെഫർ ചെയ്യാൻ, എൻക്വയറി ചെയ്യാനില്ലെങ്കിൽ എന്താവും, മെയിൻ പ്രോബ്ലം നമ്മൾ ഫോക്കസ് ചെയ്ത് സ്ക്രൂട്ടനൈസ് ചെയ്യുമ്പോൾ അതിലൊന്നുമില്ലാതായിട്ട് നമുക്ക് പോകും. ആ ഒരു മെയിൻ നമ്മുടെ ലക്ഷ്യം എന്താണോ അത് പോവും. In order to achieve all of this, we must always review our course of thinking. അപ്പം നമ്മൾ റെലവൻ്റ് ആയിട്ട് ക്ലാരിറ്റി, പ്രിസിഷൻ, അക്യുറസി ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ വിഷയം എന്താണ്, ആ വിഷയത്തിൽ നിന്ന് ആ വിഷയത്തെ നമ്മൾ എപ്പോഴും റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മൾ ഇന്ന് ക്രിട്ടിക്കൽ റീസണിങ്ങിലെ റെലവൻസ് ആണ് പഠിക്കുന്നതെങ്കിൽ ഇന്നലെ പഠിച്ച ആക്യുറസിയും അതുപോലെ ക്ലാരിറ്റിയും എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പം എന്നാൽ മാത്രമേ നമുക്ക് പിറ്റേ ദിവസം അത് പഠിക്കുമ്പോൾ അത് ഫോളോ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. റിവ്യൂ ചെയ്യണം എപ്പോഴും. തലേന്ന് പഠിച്ചത് എന്താണെന്ന് നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം മാത്രമേ അത് റെലവൻ്റ് ആണോ, ഇന്ന് ഞാൻ ഈ പഠിക്കുന്ന കാര്യം എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വേണം പഠിക്കാൻ. അതാണ് ഇവിടെ പറയുന്നത്. വി മസ്റ്റ് റൈറ്റ് ഡൗൺ ഓൾ ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആൻഡ് സബ് പോയിന്റ്സ്. ഇത് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യമാണ്. നമ്മളെപ്പോഴും ഇമ്പോർട്ടൻ്റ് ഏതാണോ അതുപോലെ അൺഇമ്പോർട്ടൻ്റ് ഏതാണ്, അതുപോലെ അതിലെ സബ് പോയിന്റ്സ് എന്താണ് അത് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ക്ലാസ് കേൾക്കുമ്പോഴായാലും അത് റെലവൻ്റ് ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്യണം, അതിലെ മെയിൻ പോയിന്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ അതിൻ്റെ സബ് പോയിന്റ്സ് ഇത് നമ്മളെപ്പോഴും നോട്ട് ചെയ്തുകൊണ്ട് ഇരിക്കണം. വി മസ്റ്റ് സമ്മറൈസ് ആൻഡ് ഔട്ട്ലൈൻ. നമ്മൾ സമ്മറൈസ് ചെയ്തിരിക്കണം, എഴുതിയാൽ പോരാ, അതിൻ്റെ കൺക്ലൂഷൻ നമുക്ക് മനസ്സിലായിരിക്കണം. അതുപോലെ തന്നെ അതിനൊരു ഔട്ട്ലൈൻ, ഒരു ഓർഡർ ഉണ്ടായിരിക്കണം. We must try to figure out what the relation the concepts that are involved in an inquiry have with each other. For this we take help of known as concept maps. അപ്പോൾ കൺസെപ്റ്റ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതിങ്ങനെ ജോയിൻ ചെയ്ത് കൺസെപ്റ്റ് മാപ്പ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുന്നു. അങ്ങനെ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവണം. We must separate the relevant issue out of the peripheral ones, even if peripheral issues are more interesting to us. അപ്പോൾ നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ഒരു വിഷയത്തിൽ തന്നെ ഉണ്ടാവാം, ചിലപ്പോൾ അത് റെലവൻ്റ് ആയിരിക്കണം എന്നില്ല.
അപ്പം അത് നമ്മൾ മനസ്സിലാക്കി താല്പര്യത്തെക്കാൾ ഉപരി റെലവൻ്റ് ഏതാണോ അത് നോക്കി വേണം നമ്മൾ ചെയ്യാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇൻ കേസ് ഓഫ് അതേഴ്സ്, ഇനി ബാക്കിയുള്ള കാര്യത്തിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ we must consider seriously what the audience take to be relevant to inquiry. മറ്റുള്ളവർക്ക് എന്താണ് റെലവൻ്റ് ആയി തോന്നുന്നത് അതും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. വി മസ്റ്റ് ക്ലിയർലി ഇൻഡിക്കേറ്റ് വാട്ട് വി കൺസിഡർ ആസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഓൾസോ മേക്ക് ഇറ്റ് ക്ലിയർ വാട്ട് ദ ഓഡിയൻസ് ടേക്സ് ആസ് ഇമ്പോർട്ടൻറ്റ് ബൈ ക്വസ്റ്റ്യൻ ആസ്കിങ് ആൻഡ് സമ്മറൈസിങ് അനലൈസിങ്. ഇപ്പം ഞാൻ പഠിപ്പിക്കുമ്പോൾ തന്നെ അതിലെന്ത് ചെയ്യുന്നുണ്ടാവും, ചില വിഷയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് വേറെ പലതും ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്കും ഞാൻ മനസ്സിലാക്കി തരേണ്ട ആവശ്യമുണ്ട് ഏതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന്, അല്ലേ? അത് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനസ്സിലാക്കി കൊടുക്കേണ്ട ആരുടെ ഡ്യൂട്ടിയാണ്? ഈ പറയുന്ന ആളുടെ ഡ്യൂട്ടിയാണ്. ഇപ്പൊ ഇവിടെയാണെങ്കിൽ എൻ്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇനി റെലവൻസിന്റെ ഇംപെഡിമെന്റ്സ് ടു ഫോക്കസിങ് ഓൺ റെലവെന്റ് ആണ് പറയാനുള്ളത്. റെലവെന്റ് ആയിരിക്കുന്നതിനുള്ള തടസ്സങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ടു തിങ്കിങ് ഇൻ എ റെലവെന്റ് വേസ് ദാറ്റ് വി ഫീൽ that the more we say and more we write is the better of handling of the problem. അതായത് greatest impediment to thinking in a relevant way is that we feel that the more we say and we more write, it's better of handling the problem. അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് എന്താണ് റെലവെന്റ് ആണെന്ന് വിചാരിക്കുന്ന ഒരു വിഷയം, അപ്പം നമ്മളതിൽ കൂടുതൽ സംസാരിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അൺഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പം നമ്മൾ എഴുതുന്നതും പറയുന്നതും ആയാലും ഒരു നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും ഒരു പ്രോബ്ലം ഹാൻഡിൽ ചെയ്യുമ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ചുരുക്കി പറയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ദിസ് ഈസ് ലീഡ് ടു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ നമ്മൾ ഒരു കാര്യം തന്നെ 10 പ്രാവശ്യം പറയുമ്പോൾ ആളുകളുടെ ഇടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതുപോലെ ലോസ് ഓഫ് സൈറ്റ് ഓഫ് മെയിൻ പ്രോബ്ലം. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ വിട്ടുപോകും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ അവർ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ടു ദാറ്റ് പെർട്ടിക്കുലർ റെലവെന്റ് പോയിന്റ്. നമുക്ക് ഓരോ പോയിന്റിനോട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തോട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും, അതും ബാധിക്കാം. ആൻഡ് ഓൾസോ വി ഡിസ്കസ് എ പ്രോബ്ലം ഇൻ ഐസൊലേഷൻ ഫ്രം ഇറ്റ്സ് ആക്ച്വൽ കോണ്ടെക്സ്റ്റ്. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദീസ് പ്രോബ്ലംസ് വി ആർ ഏബിൾ ടു സോൾവ് എനി പ്രോബ്ലം. അതായത് നമ്മൾ എല്ലാ വിഷയത്തെയും എന്താണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാണുന്നത് ഒരു പ്രശ്നമാണ്. അപ്പം അങ്ങനെ കാണാണ്ട് ഐസൊലേഷനിൽ വേണം പ്രോബ്ലംസിനെ കാണാനും നമ്മൾ പഠിക്കാനെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ക്ലാസ്സിൽ ഇത്രയും മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡെപ്തും ബ്രെഡ്ത്തും പറയാം. ഓക്കെ, അതോടുകൂടി ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആവും.